ഇവരുടെ വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്താനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് ഡൽഹിയിലെ കേരള പ്രതിനിധി വേണു രാജാമണിയും പറഞ്ഞു. അദ്ദേഹം നിരന്തരമായി എംബസിയുമായും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുമായും ബന്ധപ്പെടുന്നുണ്ട്. അത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഒരു സീസ് ഫയറും ഒരു ഹ്യൂമാനിറ്റേറിയൻ കോറിഡോറും റഷ്യ അനൗൺസ് ചെയ്തിരിക്കുന്നത് തീർച്ചയായും വളരെ നല്ല വാർത്തയാണ്. എന്നാൽ ഇതുവരെ ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ച് ഇത് മെറിയപോളും വോൾനക്കോവയും എന്ന് പറയുന്ന നഗരങ്ങളെയാണ് ബാധിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിദ്യാർത്ഥികൾ സുമിയിലാണ്, കാർക്കിവിനടുത്തുള്ള പൊസോച്ചിൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ സീസ് ഫയർ, ഇതുപോലൊരു സീസ് ഫയർ അവിടെയും പ്രഖ്യാപിക്കുമോ, ഒരു ഹ്യൂമാനിറ്റേറിയൻ കോറിഡോർ ഉണ്ടാകുമോ എന്നുള്ളത് ഇനിയും അറിയാനിരിക്കുന്നു. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വാഹനങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന വാർത്ത എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ സ്പോക്സ് പേഴ്സൺ പറഞ്ഞത് സുമിയിൽ നിന്നും ബോർഡർ വരെ 45-50 കിലോമീറ്റർ ഉണ്ട്. അവരെ സുരക്ഷിതരായി അവിടെ എത്തിക്കുവാൻ സാധിക്കും എന്നുള്ളതിന് ഒരു ഉറപ്പില്ല. അത് കാരണമാണ് ഇതുവരെ ഈ സുമിയിലെ വിദ്യാർത്ഥികളെ പുറത്തേക്ക് എടുക്കാൻ സാധിക്കാത്തത്.